സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുന്ന ഏത് തുണിയും ഫസ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ ചെയ്യുന്ന കാര്യം അയൺ ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ തുണിയിൽ ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ അയൺ ചെയ്യണം. ഓരോ തുണിയിലും ഓരോരോ ടെമ്പറേച്ചർ ആയിരിക്കും കേട്ടോ. ചിലത് ചൂടധികമായാൽ തുണി ഒട്ടിപ്പോവാനും ഉരുകിപ്പോവാനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം അയൺ ചെയ്യാൻ. അപ്പോൾ ഞാൻ ആദ്യം അയൺ ചെയ്ത് വെക്കും. നല്ല തുണിയും അയൺ ചെയ്യും, അതിൻ്റെ കൂടെ ലൈനിങ്ങും അയൺ ചെയ്യും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അടയാളപ്പെടുത്താനാണെങ്കിലും കട്ട് ചെയ്യാനാണെങ്കിലും എളുപ്പമാവും. ചെറിയ ചുളിവോ മടക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അടയാളപ്പെടുത്തുമ്പോഴും കട്ട് ചെയ്യുമ്പോഴും അളവിൽ ചെറിയ വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വേരിയേഷൻ വരാതിരിക്കാൻ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കട്ടിങ് എളുപ്പമാക്കാൻ പറ്റും. അതുപോലെ അളവിൽ മാറ്റങ്ങൾ വലിയ രീതിക്ക് വരുത്താതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും കേട്ടോ. അപ്പോൾ ഈ രണ്ട് തുണിയും നല്ല തുണിയും ലൈനിങ്ങും അയൺ ചെയ്ത് വെക്കുക. അതേപോലെ നമ്മൾ അടയാളപ്പെടുത്തുന്ന സമയത്ത് തുണിയുടെ ചീത്ത ഭാഗത്ത് അടയാളപ്പെടുത്താൻ നോക്കുക കേട്ടോ. നല്ല ഭാഗം എപ്പോഴും ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് വേണം അടയാളപ്പെടുത്തി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട ഈ രണ്ട് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ രണ്ട് കാര്യങ്ങളും ഫസ്റ്റ് ചെയ്യാറുണ്ട്. ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടെങ്കിലും പിന്നെ ചെയ്ത് ഇതൊരു ഓട്ടോമാറ്റിക് സിസ്റ്റമായി മാറിയിട്ടുണ്ട് കേട്ടോ. ഈ അയൺ ചെയ്യുന്നതും പിന്നെ ഉള്ളിലേക്ക് മടക്കി വെക്കുന്നതൊക്കെ ഞാൻ പോലും അറിയാതെ കറക്റ്റ് ഇപ്പം നടക്കുന്നുണ്ട്. മുമ്പ് അങ്ങനെയല്ല, നല്ല ഭാഗത്ത് ഞാൻ വരക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം മാറ്റം വന്നു.